Hello guys, welcome to our YouTube channel. അപ്പോൾ എന്താ പറയണ്ടേ, പുതിയൊരു കണ്ടന്റ് ആയിട്ട്, അതായത് നമ്മുടെ എൻ്റർടൈനിങ് വീഡിയോസിനെ ബാക്കിൽ വിട്ടിട്ട് ഒരു ഗെയിമിംഗ് കണ്ടന്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ ഞാൻ 2 വീഡിയോസാണ് ഈ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ എൻ്റെ അനിയൻ്റെ തന്നെ 2 വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. രണ്ടും എൻ്റർടൈനിങ് വീഡിയോസ് ആയിരുന്നു. അപ്പോൾ ഈ എൻ്റർടൈനിങ് വീഡിയോസ് വിട്ടിട്ട് ഒരു ടൈപ്പ് ഓഫ് ഗെയിമിംഗ് കണ്ടന്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പേരാണ് സജിത് നായർ, നിങ്ങൾക്ക് എന്നെ പ്രോ ഗെയിമർ എന്ന് വിളിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് റേസിംഗ് ഇൻ കാർ 2. അപ്പോൾ സമയം കളയാതെ നേരെ നമ്മുടെ ഗെയിം പ്ലേ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിട്ട് കുറേ പേരുണ്ട് ഗൈസ്. എളുപ്പം കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. നമ്മുടെ ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, റേസിംഗ് ഇൻ കാർ 2 അതാണ് നമ്മുടെ ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഗേസ്, നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനൊക്കെ ഫേസിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ ഗേസ്. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ അറിയില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എന്നാലും ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതെന്താണ് ഗേസ്, സ്റ്റിയറിങ്ങോ അല്ലെങ്കിൽ ജോയ്സ്റ്റിക്കോ ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ക്യാമറ കണ്ട് ഇങ്ങനെ അനക്കണം, എന്നാലേ വണ്ടി തിരിയത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇവിടെ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഈ വണ്ടികളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് കുറേ കോയിൻസ് കൊടുക്കേണ്ടി വരും ഗൈസ്. എന്തായാലും നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി വെച്ച് നമുക്കൊന്ന് ട്രാവൽ ചെയ്യാം ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് സ്കോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. അത് നമ്മൾ പൂർത്തിയാക്കണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അയ്യോ, വന്നപ്പോൾ തന്നെ നമ്മൾ കേസ് ഔട്ടാണല്ലോ. കുഴപ്പമില്ല കേസ്, കുഴപ്പമില്ല. ഇപ്പോഴത്തെ ബ്രേക്ക് ഉണ്ട് കേസ്, ഞാനതൊന്ന് ക്യാമറ പിടിച്ചപ്പോഴത്തേക്ക് അത് ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് കേസ്. മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആ സ്കോർ നമുക്ക് എത്ര എടുക്കാൻ പറ്റും നമുക്ക് നോക്കണം കേസ്. നമുക്ക് ഓക്കെ, ഇപ്പോൾ തന്നെ 20 ആയിട്ടുണ്ട് സ്കോറ്. ഇപ്പോൾ 30 ആയിട്ടുണ്ട്. ഓരോ വണ്ടിയുടെ അടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് കേസ് നമുക്ക് സ്കോർ കിട്ടുന്നത്. ഇപ്പം നമുക്ക് 80 പോയിൻറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് ബ്രേക്ക് ചവിട്ടി വിട്ടേക്കാം, കാരണം ഒത്തിരി സ്പീഡിൽ പോയാലുണ്ടല്ലോടാ നമ്മൾ ചിലപ്പോൾ ആക്സിഡൻ്റ് ആവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, 100 ആയിരിക്കുകയാണ് കേസ് നമ്മുടെ സ്കോറ്. ഇച്ചിരി സ്പീഡ് കൂട്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് എളുപ്പം സ്കോറ് നമുക്ക് പോയിൻറ്റ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, 170 ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഓക്കെ, 180 ആയിട്ടുണ്ട് ഗൈസ്. 90 ആൻഡ് 200. ലെറ്റ്സ് ഗോ. ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു ഗെയിം തന്നെയാണ് ഗൈസ് ഇത്. കാരണം ബ്രേക്ക് ചവിട്ടേണ്ട അടുത്ത് ബ്രേക്ക് നമ്മൾ ചവിട്ടിയില്ലെങ്കിലുണ്ടല്ലോടാ നമുക്ക് കൺട്രോൾ കിട്ടില്ല, അതാണ് പ്രശ്നം. കേസ് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് അടിച്ചു പൊളിക്കുക. ഞാൻ പറഞ്ഞ പോലെ റോഡ് ടു നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സാണ്. ഒരു മിനിറ്റ്, സ്കോർ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എളുപ്പം അങ്ങനെ പോകാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ആക്സിഡൻ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞോളൂ ഗൈസ്. അപ്പോഴത്തേക്കും നമ്മൾ വണ്ടി മുട്ടി. ഓക്കെ, 300 പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. നമുക്ക് ഒന്നും കൂടെ 0 ആയിട്ടുണ്ട്. നല്ലൊരു ഗെയിമാണ് ഗൈസ്, നിങ്ങളും ഇത് കളിക്കണം, അതേ ഞാൻ പറയൂ. ഞാൻ നല്ലതായിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണിത്. നിങ്ങളിതെന്തായാലും ഒന്ന് കളിച്ച് നോക്കണം. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് റൈറ്റിലോട്ട് തിരിയണമായിരുന്നു. നമ്മൾ സ്പീഡ് കുറച്ചാൽ നമുക്ക് പോയിന്റ്സ് കിട്ടില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഇതുപോലെ 4-5 വണ്ടി അടുപ്പിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടും. കണ്ടാ, ബ്രേക്ക് അടിക്കാൻ നമ്മൾ മറക്കല്ലേ. ബ്രേക്ക് അടിച്ചില്ലെങ്കിലുണ്ടല്ലോടാ
നമുക്ക് പണിയാവും. ഓക്കെ. ഓ 170 ആയിരുന്നു ഗൈസ് ഇപ്രാവശ്യത്തെ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. അങ്ങനെ ബ്രേക്ക് അടിക്കാനുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ എളുപ്പം തന്നെ സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. അതെങ്ങനെ ഇടിച്ചവിടെ? ഞാൻ ആ വണ്ടിയുടെ സൈഡിൽ കൂടെ ആണല്ലോ പോയി, എന്നിട്ട് അതെങ്ങനെ ഇടിച്ചവിടെ? ഒരു മിനിറ്റ്. ഒരു മുമ്പിലൊരു ട്രക്കുണ്ട്. നമ്മൾ ട്രക്കിനെ വെട്ടിച്ച്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി സൈഡിലൂടെ ആണെന്ന് തോന്നുന്നു എടുത്ത്. അതാന്ന് തോന്നുന്നു എനിക്ക് പറ്റിയത്. അയ്യോ ഗായ്സ് ഞാനിത് കണ്ടില്ലടാ. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് ചെറുതായിട്ട് റൈറ്റ് തിരിഞ്ഞ് നമുക്ക് ഈ വണ്ടിയുടെ ഇടയിലൂടെ, ട്രക്കിൻ്റെ ഇടയിലൂടെ പോയിട്ട് നമുക്ക് പോയിന്റ്സ് സ്കോർ ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താണ് കേസ്, എനിക്ക് ഈ സ്റ്റെയറിംഗ് ഉണ്ടല്ലോടാ, നമുക്കിങ്ങനെ ഈ അങ്ങനത്തെ ആ സ്റ്റെയറിംഗ് ടൈപ്പ് നമുക്ക് കിട്ടില്ല. നമുക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് ഇങ്ങനെ തിരിച്ചാലേ നമുക്ക് എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഈ ഗെയിമിലില്ല. മനസ്സിലായോ? ലെറ്റ്സ് ഗോ. ഗൈസ് എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെയൊക്കെ ആണെന്നുള്ളൊരു പിടുത്തവും ഇല്ല. നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യണം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കല്. ഓക്കെ, 90 ആണ് നമ്മുടെ സ്കോർ. കണ്ടോ, ഇങ്ങനെ 3-4 വണ്ടി അടുപ്പിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ നമുക്ക് 100 പോയിന്റ്സ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലായോ? അതിപ്പോൾ നമ്മളൊരു 30-40 ആ ഒരു സ്പീഡ് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് +10 പോയിന്റ്സ് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒത്തിരി സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പോയിന്റ്സ് കിട്ടാതിരിക്കുള്ളൂ. മനസ്സിലായോ? ഞാനെന്തായാലും ഇപ്രാവശ്യം ഇച്ചിരി പതുക്കെയാണ്. അവിടെ ഇതെങ്ങനെയാടാ അവിടെ ഇടിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ ഇടിച്ചതെന്ന്. ഞാൻ ഇപ്പുറത്തെ ട്രാക്കിലൂടെ ഒന്ന് പോയി നോക്കട്ടെ. അയ്യോ ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അതിപ്പോൾ 2 വണ്ടിയുടെ ഇടയിൽ കയറി ഞാൻ പെട്ടിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഔട്ടായി പോകുമെന്ന്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഇന്നത്തെ ഗെയിം പ്ലേ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ വീഡിയോ ആണ് എടുത്തത്. എനിക്കറിയാം ഇത് ഭയങ്കര ചെറുതായിപ്പോയി. എനിക്ക് തോന്നിപ്പോൾ ഒരു 5-6 മിനിറ്റ് അത്രയെങ്കിലും ആയി കാണത്തുള്ളൂ. കുഴപ്പമില്ല ഗൈസ്, നമ്മൾ ഇനി നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതൊരു ജസ്റ്റ് ഒരു ഡെമോ വെർഷനാണെന്ന് വിചാരിച്ചാൽ മതി. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല ഗൈസ് ഇതൊക്കെ എങ്ങനെയാണ്. കാരണം ഗെയിം കളിക്കുമ്പോൾ തന്നെ നമ്മൾ ഗെയിമും ശ്രദ്ധിക്കണം, റെക്കോർഡിങ്ങും കാര്യങ്ങളും നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ
ഇതെല്ലാം കൂടെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. നിങ്ങൾ അതുകൊണ്ടൊരു ഡെമോ വെർഷനാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ഒരു ബെസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ എളുപ്പം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരായിട്ട് കുറേ പേരുണ്ട്. എളുപ്പം കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് അടിച്ചു പൊളിക്കുക. നമ്മൾ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താണ് പതുക്കെ ചെറിയ ചെറിയ ഗെയിംസിൻ്റെ കൂടെ നമ്മൾ ചെറിയ ചെറിയ മിനിറ്റ്, അതായത് 6 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ആദ്യം. പിന്നെ നമ്മൾ 10 മിനിറ്റ് 12 മിനിറ്റ് 20 മിനിറ്റിൻ്റെ 30 മിനിറ്റിൻ്റെ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എളുപ്പം കാണാം. ടാറ്റ, ബൈ ബൈ.